Hello students, welcome back to Plus 2 Economics Online Classroom. Part 2 Macroeconomics First Chapter Introduction to Macroeconomics സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനൊരാമുഖം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രീവിയസ് ക്ലാസ്സിൽ 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 3 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ആ ഭാഗങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും അതെല്ലാം പോയിട്ട് കാണണം. ഇന്നത്തെ ക്ലാസ്സിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 5 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, 5 മാർക്കാണ്. ഒരു എസ്സേ ടൈപ്പ് ചോദ്യമാണ് ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. മാക്രോ എക്കണോമിക്സ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് എമർജ്ഡ് ആഫ്റ്റർ ദി ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ഡാഷ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഉത്ഭവിക്കുന്നത് ബ്രിട്ടീഷ് ധനതത്വശാസ്ത്രജ്ഞനായ ഡാഷ് ആയി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് റിട്ടൺ ഇൻ ഡാഷ്. തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം. അതായത് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം പബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? അതിലെ മൂന്നാമത്തെ ചോദ്യം ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് റിട്ടൺ ബൈ ഡാഷ്. തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം, ആ ഗ്രന്ഥം രചിച്ച വ്യക്തി ആരാണ്? ഡാഷ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിലെ നാലാമത്തെ ചോദ്യം ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഒക്കേർഡ് ഇൻ ഡാഷ്. വൻ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത് ഡാഷിൽ ആണ്. ആ വർഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലെ അഞ്ചാമത്തെ ചോദ്യം മാക്രോ എക്കണോമിക്സ് ഫൈൻസ് ആൻ ഇക്കണോമി ആസ് എ കോമ്പിനേഷൻ ഓഫ് 4 സെക്ടേഴ്സ് നെയിംലി ഡാഷ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ 4 മേഖലകൾ ഡാഷ് ആണ്. ഇക്കണോമിയിലെ 4 സെക്ടേഴ്സ്, സമ്പദ് വ്യവസ്ഥയിലെ 4 വിവിധ മേഖലകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ? ഈ 5 ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഫില്ലിംഗ് ദ ബ്ലാങ്കിൽ വരുന്ന ചോദ്യങ്ങളാണ് ഈ 5 എണ്ണവും. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? മാക്രോ എക്കണോമിക്സ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് എമർജ്ഡ് ആഫ്റ്റർ ദി ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് ഡാഷ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഉത്ഭവിക്കുന്നത് ബ്രിട്ടീഷ് ധനതത്വശാസ്ത്രജ്ഞനായ ഡാഷ് ആയി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, മാക്രോ എക്കണോമിക്സ് എന്ന ആ പ്രത്യേക ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ഫോം ചെയ്ത വ്യക്തി ആരാണ്? ആരായിരുന്നു? യെസ്, JM കെയ്ൻസ് ആണ്. ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ്. ഒന്നാമത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക് നമുക്ക് കിട്ടി. ഓക്കെ, രണ്ടാമത്തേത് നോക്കിക്കേ. ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് റിട്ടൺ ഇൻ ഡാഷ്. തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം പബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? ഏത് വർഷമാണ്? 1936 ആണ്. 1936 അത് പ്രസിദ്ധീകരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് റിട്ടൺ ബൈ ഡാഷ്. തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി ആരാണ്? ആരാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്? ഉത്തരം എന്താണ്? നമുക്കറിയാം, JM കെയ്ൻസ് ആണ്. ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ്. ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഒക്കേർഡ് ഇൻ ഡാഷ്.
വൻ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത് ഡാഷിൽ ആണ്. ഏത് വർഷമാണ്? 1929 1929 ക്ലിയർ ആണല്ലോ. അതിലെ അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു? മാക്രോ ഇക്കണോമിക്സ് ഫൈൻഡ്സ് ആൻ ഇക്കണോമി ആസ് എ കോമ്പിനേഷൻ ഓഫ് 4 സെക്ടേഴ്സ് നെയിംലി. സമ്പദ് വ്യവസ്ഥയിലെ 4 വിവിധ മേഖലകൾ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഹൗസ് ഹോൾഡ് സെക്ടർ, ഗാർഹിക മേഖല അല്ലെങ്കിൽ കുടുംബങ്ങൾ. സെക്കൻഡ് ഫേംസ്, സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഉൽപാദക യൂണിറ്റുകൾ. മൂന്നാമത്തേത് ഗവൺമെന്റ്. ആൻഡ് ഫോർത്ത് വൺ എക്സ്റ്റേണൽ സെക്ടർ ഓർ ഫോറിൻ സെക്ടർ, ബാഹ്യമേഖല അല്ലെങ്കിൽ വിദേശ മേഖല. ഇതായിരുന്നു 4 സെക്ടേഴ്സ്. ഒരു ഇക്കണോമിയിലെ 4 മേഖലകളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക് എന്തായിരുന്നു? ജോൺ മൈനാർഡ് കെയ്ൻസ് ആയിരുന്നു. സെക്കൻഡ് വൺ 1936 ആണ്. തേർഡ് ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ്. ഫോർത്ത് 1929 ആണ്. ഫിഫ്ത്ത് ഹൗസ് ഹോൾഡ് സെക്ടർ, ഫേംസ്, ഗവൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. ഓക്കെ, ഈ 5 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, 5 മാർക്കിനുള്ള രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഒറ്റപ്പെട്ടതിനെ വേർതിരിച്ചെടുക്കുക, അതിന്റെ കാരണം വ്യക്തമാക്കുക. ഓക്കെ, അതായത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തരും, അതിൽ ഒറ്റപ്പെട്ടത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ. എന്നിട്ട് അത് എന്തുകൊണ്ടാണ് എന്ന് ജസ്റ്റിഫൈ ചെയ്യുക, അതിനെ സാധൂകരിക്കുക. എന്തുകൊണ്ടാണത് ഒറ്റപ്പെട്ടതാവാൻ കാരണം, ഓഡ് വൺ ആവാൻ കാരണമെന്ന് പറയുക. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന പാറ്റേണിലുള്ള ഒരു ചോദ്യം തന്നെയാണ്, നിങ്ങൾ കണ്ടു പരിചയമുള്ള ചോദ്യം കൂടെയാണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ഇൻകം ഓഫ് എ ഫാമിലി, ഒരു കുടുംബത്തിന്റെ വരുമാനം, പ്രൊഡക്ഷൻ ഓഫ് റൈസ്, അരിയുടെ ഉൽപാദനം, ഗ്രോസ് ഡൊമസ്റ്റിക് സേവിംഗ്, മൊത്തം ആഭ്യന്തര സമ്പാദ്യം, പ്രോഫിറ്റ് ഓഫ് എ ഫേം, ഒരു സ്ഥാപനത്തിന്റെ ലാഭം. ഒന്നാമത്തേത് ഓക്കെയാണോ? ഏതൊക്കെയായിരുന്നു? ഇൻകം ഓഫ് എ ഫാമിലി, ഒരു കുടുംബത്തിന്റെ വരുമാനം, പ്രൊഡക്ഷൻ ഓഫ് റൈസ്, അരിയുടെ ഉൽപാദനം, ദെൻ ഗ്രോസ് ഡൊമസ്റ്റിക് സേവിങ്സ്, മൊത്തം ആഭ്യന്തര സമ്പാദ്യം, നെക്സ്റ്റ് പ്രോഫിറ്റ് ഓഫ് എ ഫേം. സെക്കൻഡ് നോക്കിക്കോളൂ, പ്രൈസ് ഓഫ് റൈസ്, അരിയുടെ വില, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, മൊത്തം വില നിലവാരം, ടോട്ടൽ എക്സ്പോർട്സ്, മൊത്തം കയറ്റുമതി, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. ഓക്കെ, 2 പഠിച്ചു. തേർഡ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്, ഭാഗിക സന്തുലിതാവസ്ഥ വിശകലനം, എൻറ്റയർ ഇക്കണോമി, സമ്പദ് വ്യവസ്ഥ മുഴുവൻ, ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, വ്യക്തിഗത യൂണിറ്റ്, വേംസ് ഐ വ്യൂ, സൂക്ഷ്മജീവി വീക്ഷണം. ഓക്കെ, ഫോർത്ത് നോക്കിക്കോളൂ, അഗ്രഗേറ്റ് യൂണിറ്റ്സ്, വേംസ് ഐ വ്യൂ, സൂക്ഷ്മജീവി വീക്ഷണം, ബേർഡ്സ് ഐ വ്യൂ, പക്ഷി വീക്ഷണം, ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്, പൊതു സന്തുലിതാവസ്ഥ വിശകലനം. ഈ 4 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ഓഡ് വൺ, ഒറ്റപ്പെട്ടത് ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുക, അതിന്റെ കാരണം പറയുക. ഓക്കെ ആണല്ലോ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻകം ഓഫ് എ ഫാമിലി, ഒരു കുടുംബത്തിന്റെ വരുമാനം, പ്രൊഡക്ഷൻ ഓഫ് റൈസ്, അരിയുടെ ഉൽപാദനം, ഗ്രോസ് ഡൊമസ്റ്റിക് സേവിങ്സ്, മൊത്തം ആഭ്യന്തര സമ്പാദ്യം, പ്രോഫിറ്റ് ഓഫ് എ ഫേം, ഒരു സ്ഥാപനത്തിന്റെ ലാഭം. ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ടത്? ഏതാണ് ഓഡ് വൺ? യെസ്, ഗ്രോസ് ഡൊമസ്റ്റിക്
സേവിങ്, മൊത്തം ആഭ്യന്തര സമ്പാദ്യം. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള വേരിയബിൾസ് എല്ലാം മൈക്രോ ഇക്കണോമിക്സ് ആണ്, അല്ലെ? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതാണ്. അന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഗ്രോസ്. കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ആ വാക്കുകൾ കൊണ്ട് തുടങ്ങുന്ന വേരിയബിളുകൾ ഏതിന്റെ അണ്ടറിലായിരിക്കും വരുന്നത്? മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് കീഴിലായിരിക്കും വരുന്നത്. ഗ്രോസ്, അല്ലെ? ഗ്രോസ് ഡൊമസ്റ്റിക് സേവിങ്, ഇറ്റ്സ് കംസ് അണ്ടർ മാക്രോ ഇക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതാണ് ഇവിടെ ഒറ്റപ്പെട്ടത്, ഓഡ് വൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രൈസ് ഓഫ് റൈസ്, അരിയുടെ വില, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, മൊത്തം വില നിലവാരം, ടോട്ടൽ എക്സ്പോർട്സ്, മൊത്തം കയറ്റുമതി, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. ഇതിലേതാണ് ഓഡ് വൺ? ആരാണ് ഒറ്റപ്പെട്ടത്? യെസ്, പ്രൈസ് ഓഫ് റൈസ്, അരിയുടെ വില. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള വേരിയബിളുകളെല്ലാം, പ്രൈസ് ഓഫ് റൈസ് ഒഴികെയുള്ള ബാക്കി എല്ലാ വേരിയബിളുകളും മാക്രോ എക്കണോമിക്സിൽ വരുന്നതാണ്, അല്ലെ? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, മൊത്തം വില നിലവാരം, മൊത്തം, ഹോൾസെയിൽ എന്നൊരു വാക്ക് വന്നു, അല്ലെ? ഹോൾ എന്ന് വെച്ചാൽ അത് ഏതിൽ വരുന്നതാണ്? മാക്രോ ഇക്കണോമിക്സിൽ വരുന്നതാണ്. അതുപോലെ ടോട്ടൽ എക്സ്പോർട്ട്, ടോട്ടൽ എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏതിലായിരിക്കും വരുന്നത്? യെസ്, മാക്രോ എക്കണോമിക്സിലാണ്. അതുപോലെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, മാക്രോ എക്കണോമിക്സിൽ വരുന്ന വേരിയബിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ആരാണ് ഓഡ് വൺ? പ്രൈസ് ഓഫ് റൈസ്, അരിയുടെ വിലയാണ്. അത് മൈക്രോ ഇക്കണോമിക്സ് ആണ്. ബാക്കിയുള്ള എല്ലാതും മാക്രോ ഇക്കണോമിക്സ് ആണ്. രണ്ടെണ്ണം ഓക്കെയാണോ? പഠിച്ചു. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്, ഭാഗിക സന്തുലിതാവസ്ഥ വിശകലനം, എൻറ്റയർ ഇക്കണോമി, സമ്പദ് വ്യവസ്ഥ മുഴുവൻ, ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, വ്യക്തിഗത യൂണിറ്റുകൾ, വേംസ് ഐ വ്യൂ, സൂക്ഷ്മ ജീവി വീക്ഷണം. ഇതിൽ ഏതാണ് ഓഡ് വൺ? ആരാണ് ഒറ്റപ്പെട്ടത്? യെസ്, എൻറ്റയർ ഇക്കണോമി, സമ്പദ് വ്യവസ്ഥ മുഴുവൻ. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള, അതായത് എൻറ്റയർ ഇക്കണോമി, സമ്പദ് വ്യവസ്ഥ മുഴുവൻ എന്ന വേരിയബിൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വേരിയബിളുകളും മൈക്രോ ഇക്കണോമിക്സ് ആണ്, അല്ലെ? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് കീഴിൽ വരുന്നതാണ്. പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്, ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, വേംസ് ഐ വ്യൂ, ഇതെല്ലാം മൈക്രോ ഇക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തേത് പഠിച്ചു. ആൻഡ് ഫോർത്ത് വൺ, അഗ്രഗേറ്റ് യൂണിറ്റ്സ്, വേംസ് ഐ വ്യൂ, സൂക്ഷ്മജീവി വീക്ഷണം, ബേർഡ്സ് ഐ വ്യൂ, പക്ഷി വീക്ഷണം, ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്, പൊതു സന്തുലിതാവസ്ഥ വിശകലനം. നോക്കിക്കേ, ഇതിൽ ഓഡ് വൺ ആരാണ്? ഒറ്റപ്പെട്ടത് ആരാണ്? യെസ്, വേംസ് ഐ വ്യൂ, സൂക്ഷ്മജീവി വീക്ഷണം. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള വേരിയബിളുകളെല്ലാം മാക്രോ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെ? ബാക്കിയുള്ള എല്ലാ വേരിയബിളുകളും മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. വേംസ് ഐ വ്യൂ, സൂക്ഷ്മജീവി വീക്ഷണം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മൈക്രോ ഇക്കണോമിക്സ്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ഗ്രോസ് ഡൊമസ്റ്റിക് സേവിങ്സ് ആയിരുന്നു. എന്തുകൊണ്ടായിരുന്നു? ബാക്കി എല്ലാ വേരിയബിളുകളും മൈക്രോ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് പ്രൈസ് ഓഫ് റൈസ്, അരിയുടെ വിലയായിരുന്നു. ബാക്കി എല്ലാതും മാക്രോ എക്കണോമിക്സുമായി റിലേറ്റ് ചെയ്തതായിരുന്നു, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമായി ബന്ധപ്പെട്ടതായിരുന്നു. തേർഡ് വൺ, എൻറ്റയർ ഇക്കോണമി, സമ്പദ് വ്യവസ്ഥ മുഴുവൻ. ബാക്കിയുള്ള എല്ലാ വേരിയബിളുകളും മൈക്രോ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഫോർത്ത് വൺ, വേംസ് ഐ വ്യൂ, സൂക്ഷ്മജീവി വീക്ഷണം. ബാക്കിയുള്ളതെല്ലാം മാക്രോ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, 5 മാർക്കിനുള്ള മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. അറേഞ്ച് ദി ഫോളോയിങ് പോയിന്റ്സ് ആസ് ദി
ഫീച്ചേഴ്സ് ഓഫ് മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അതാണ് ചോദ്യം. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. 3 കോളങ്ങളുണ്ട്. ഫസ്റ്റ് കോളം പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ്, വ്യത്യാസത്തിന്റെ അടിസ്ഥാനം. സെക്കൻഡ് കോളം മൈക്രോ ഇക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. തേർഡ് കോളം മാക്രോ ഇക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഇതിൽ ചില കോളങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചിലത് ബ്ലാങ്ക് ആണ്. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ടേബിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞ സമയത്ത് ഈ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ട്, നോട്ട്ബുക്കിലേക്ക് നമ്മൾ എഴുതിയിട്ടും ഉണ്ട്. അതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് ഒന്നാമത്തേത് നോക്കിക്കോളൂ. യൂണിറ്റ് ഓഫ് സ്റ്റഡി, പഠനത്തിന്റെ യൂണിറ്റ്. മൈക്രോ എക്കണോമിക്സിൽ അത് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ്? ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്. വ്യക്തിഗത യൂണിറ്റുകൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ ഇക്കണോമിക്സിലെ യൂണിറ്റ് ഓഫ് സ്റ്റഡി, അല്ലെ? പഠനത്തിന്റെ യൂണിറ്റ്. എന്നാൽ മാക്രോ എക്കണോമിക്സിന്റെ കോളത്തില് ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ഫില്ല് ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കത് ആൻസറിലേക്ക് വരാം. രണ്ടാമത്തെ പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് നോക്കിക്കേ. മെത്തഡോളജി, പഠന രീതി. അവിടെ മൈക്രോ എക്കണോമിക്സിൽ തന്നിട്ടില്ല. പഠനരീതി എന്താണെന്ന് നമുക്ക് തന്നിട്ടില്ല, അത് ബ്ലാങ്ക് ആണ്. നിങ്ങൾ അത് ഫില്ല് ചെയ്യണം. എന്നാൽ മാക്രോ എക്കണോമിക്സിൽ അത് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ്? ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്, പൊതു സന്തുലിതാവസ്ഥ വിശകലനമാണ്. ഓക്കെ, തേർഡ് പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് നോക്കിക്കോളൂ. ഒബ്ജക്റ്റീവ്, ലക്ഷ്യം. മൈക്രോ എക്കണോമിക്സിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടു അനലൈസ് ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ്സ്, വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുക എന്നാണ് മൈക്രോ എക്കണോമിക്സിന്റെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ്. ക്ലിയർ ആണല്ലോ. എന്നാൽ മാക്രോ എക്കണോമിക്സിന്റെ ഒബ്ജക്റ്റീവ് ഇവിടെ തന്നിട്ടില്ല, അത് ബ്ലാങ്ക് ആണ്. അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് നോക്കിക്കോളൂ. പേഴ്സ്പെക്റ്റീവ്, വീക്ഷണ രീതി. ഇവിടെ മൈക്രോ ഇക്കണോമിക്സ് തന്നിട്ടില്ല, അവിടെ ബ്ലാങ്ക് ആണ്. എന്നാൽ മാക്രോ ഇക്കണോമിക്സിൽ അത് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. ബേർഡ്സ് ഐ വ്യൂ, പക്ഷി വീക്ഷണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വീക്ഷണ രീതി മൈക്രോ ഇക്കണോമിക്സിൽ എന്താണ് എന്ന് ഫില്ല് ചെയ്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് നോക്കിക്കോളൂ. സ്കോപ്പ്, പ്രാധാന്യം. മൈക്രോ എക്കണോമിക്സിൽ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട് ഇൻഡിവിജ്വൽ മൈക്രോ യൂണിറ്റ്സ്, ഒറ്റപ്പെട്ട സൂക്ഷ്മ യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്നു. മാക്രോ എക്കണോമിക്സിൽ ഫില്ല് ചെയ്ത് തന്നിട്ടില്ല, അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലൂ തന്നിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് ബ്ലാങ്ക് ആണെങ്കിൽ അവിടെ മാക്രോ എക്കണോമിക്സ് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. മാക്രോ എക്കണോമിക്സ് ബ്ലാങ്ക് ആണെങ്കിലോ അവിടെ മൈക്രോ എക്കണോമിക്സ് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആൻസറിലേക്ക് നമുക്ക് കടക്കാം. ആൻസർ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ, യൂണിറ്റ് ഓഫ് സ്റ്റഡി, പഠനത്തിന്റെ യൂണിറ്റ്. മൈക്രോ എക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്, വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട യൂണിറ്റിനെയാണ്. ഓക്കെ, മാക്രോ എക്കണോമിക്സിലോ അഗ്രഗേറ്റ് യൂണിറ്റുകളെ കുറിച്ചാണ്, അല്ലെ? അഗ്രഗേറ്റ് യൂണിറ്റ്സ് ആണ്. സെക്കൻഡ്, മെത്തഡോളജി, പഠന രീതി. മൈക്രോ എക്കണോമിക്സിൽ എന്തായിരുന്നു? പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആയിരുന്നു, ഭാഗിക സന്തുലിതാവസ്ഥ വിശകലന രീതിയാണ്. മാക്രോ എക്കണോമിക്സിലോ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്, പൊതു സന്തുലിതാവസ്ഥ വിശകലന രീതിയാണ്. തേർഡ്, ഒബ്ജക്റ്റീവ്, ലക്ഷ്യം. മൈക്രോ എക്കണോമിക്സ് അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ടു അനലൈസ് ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ്സ്, ഒറ്റപ്പെട്ട യൂണിറ്റുകളെ വിശകലനം ചെയ്യുക അല്ലെങ്കിൽ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുക എന്നാണ് മൈക്രോ എക്കണോമിക്സിന്റെ ലക്ഷ്യം. മാക്രോ എക്കണോമിക്സിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു?
ടു അനലൈസ് ദി ബിഹേവിയർ ഓഫ് ദി ഇക്കണോമി ആൻഡ് ഇറ്റ്സ് അഗ്രഗേറ്റ്. സമ്പദ് വ്യവസ്ഥയിലെ അഗ്രഗേറ്റ് യൂണിറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് പഠിക്കുക എന്നാണ് മാക്രോ എക്കണോമിക്സിന്റെ ലക്ഷ്യം. ഓക്കെ, നെക്സ്റ്റ് പെർസ്പെക്റ്റീവ്, വീക്ഷണ രീതി. മൈക്രോ എക്കണോമിക്സിൽ എന്തായിരുന്നു? വേംസ് ഐ വ്യൂ, സൂക്ഷ്മജീവി വീക്ഷണമാണ്. എന്നാൽ മാക്രോ എക്കണോമിക്സോ ബേർഡ്സ് ഐ വ്യൂ, പക്ഷി വീക്ഷണമാണ്. ഓക്കെ, ലാസ്റ്റ് വൺ സ്കോപ്പ്, അതിന്റെ പ്രാധാന്യം. മൈക്രോ എക്കണോമിക്സിന്റെ സ്കോപ്പ് എന്തായിരുന്നു? ഇൻഡിവിജ്വൽ മൈക്രോ യൂണിറ്റ്സ് ആണ്, ഒറ്റപ്പെട്ട ചെറിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുക എന്നാണ്. ഓക്കെ, മാക്രോ എക്കണോമിക്സോ എൻറ്റയർ ഇക്കണോമി, സമ്പദ് വ്യവസ്ഥ മുഴുവനായിട്ട് പഠിക്കുക. അതാണ് മാക്രോ എക്കണോമിക്സിന്റെ സ്കോപ്പ്, പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ പോയിന്റ്സുകൾ നിങ്ങളുടെ ഉള്ളിൽ വേണം. 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, 5 മാർക്കിനുള്ള 4ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. മാച്ച് ദി ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. ഓക്കെ, 2ാമത്തെ രീതിയിലാണ് ഈ ഒരു ചോദ്യം വരുന്നത്. നേരത്തെ ഇതിനു മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തു മാച്ച് ദ ഫോളോയിങ്, എ ബി സി കോളങ്ങൾ മാച്ച് ചെയ്യുക. ഇവിടെ 3 കോളങ്ങളില്ല, 2 കോളങ്ങളേ ഉള്ളൂ. ആദ്യം നമുക്ക് 1ാമത്തെ കോളത്തിലെ കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, മാക്രോ ഇക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ബി, മൈക്രോ ഇക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. തേർഡ് വൺ, JM കെയ്ൻസ്. ആൻഡ് ഫോർത്ത് വൺ, ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്. ഓക്കെ, ഇത്രയാണ് 1ാമത്തെ കോളത്തിൽ വരുന്ന 4 കാര്യങ്ങൾ. 2ാമത്തെ കോളം ശ്രദ്ധിച്ചോളൂ, ജനറൽ തിയറി. ദാറ്റ് മീൻസ് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ആ പബ്ലിക്കേഷന്റെ പേര് ഷോർട്ടായിട്ട് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ന് വെച്ച് ഈ ഒരു രീതി നിങ്ങൾ ഓർത്ത് വെക്കരുത്, അതിന്റെ മുഴുവനായിട്ടുള്ള പേര് തന്നെ പഠിച്ചു വെക്കണം. ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, ആ പേര് തന്നെ ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ? സെക്കൻഡ്, ഇൻകം ഡിറ്റർമിനേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ പോളിസി, വരുമാനം നിർണയിക്കലും സ്ഥിരതാ നയങ്ങളും. പേര് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. ഇതിനെക്കുറിച്ചെല്ലാം മാക്രോ എക്കണോമിക്സിൽ വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ അതിന്റെ പേരുകൾ മാത്രം ഒന്ന് ഓർത്തു വെക്കുക. ഇൻകം ഡിറ്റർമിനേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ പോളിസി, വരുമാനം നിർണയിക്കലും സ്ഥിരത നയങ്ങളും. തേർഡ് വൺ, ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ്, സ്വമേധയ ക്രമീകരിക്കുക. ഫോർത്ത് വൺ, പ്രൈസ് സിസ്റ്റം ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ, വില സംവിധാനവും വിഭവ വിതരണവും. ഓക്കെ, 2 കോളങ്ങളിലെ ഓരോ കാര്യങ്ങളും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ 2 കോളങ്ങളെയും മാച്ച് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ആൻസർ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ്, മാക്രോ ഇക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന സെക്കൻഡ് കോളത്തിലെ കാര്യം എന്താണ്? ഇൻകം ഡിറ്റർമിനേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ പോളിസി, വരുമാനം നിർണയിക്കലും സ്ഥിരത നയങ്ങളും. ഓക്കെ, ഓർത്തു വെക്കുക. സെക്കൻഡ്, മൈക്രോ ഇക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. സെക്കൻഡ് കോളത്തിൽ മാച്ച് ചെയ്യുന്നത് എന്താണ്? പ്രൈസ് സിസ്റ്റം ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ, വില സംവിധാനവും വിഭവങ്ങളുടെ വിതരണവും. തേർഡ്, JM കെയ്ൻസ്, ജോൺ മൈനാർഡ് കെയ്ൻസ്. സെക്കൻഡ് കോളത്തിൽ മാച്ച് ചെയ്യുന്നത് എന്താണ്? ജനറൽ തിയറി. ദാറ്റ് മീൻസ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ആ പുസ്തകം പബ്ലിഷ് ചെയ്ത വ്യക്തിയാണ് JM കെയ്ൻസ്. ലാസ്റ്റ് വൺ, ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്, ക്ലാസിക്കൽ സാമ്പത്തിക ചിന്തകർ. സെക്കൻഡ് കോളത്തിൽ മാച്ച് ചെയ്യുന്നത് എന്താണ്? ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ്. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നു? സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്, JBസയുടെ കമ്പോള സിദ്ധാന്തം. അതുപോലെ ലൈസസ് ഫെയർ നയം, എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഇടപെടലൊന്നും ആവശ്യമില്ല. അതുപോലെ സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ അസന്തുലിതാവസ്ഥയും സമ്പദ് വ്യവസ്ഥ സ്വയം തന്നെ മാറ്റിയെടുക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. 5 മാർക്കിനുള്ള അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രാധാന്യം ചർച്ച ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് ഞാൻ നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു, പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സ്പ്ലനേഷനും ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തു തന്നിരുന്നു. നിങ്ങൾ പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇമ്പോർട്ടൻസ് ആ പോയിന്റുകൾ കൃത്യമായിട്ട് മുഴുവനായിട്ട് എഴുതി വെക്കുക. അതിന്റെ താഴെ 2-3 ലൈനുകളിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക. വളരെ ചെറിയൊരു എക്സ്പ്ലനേഷനും കൊടുക്കുക. അത്രേ അതിൽ വേണ്ടുള്ളൂ. അല്ലാതെ ഒരുപാട് വലിയ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആൻസർ ശ്രദ്ധിച്ചോളൂ. ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആസ് ഫോളോസ്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ഇൻഫർമേഷൻ അബൌട്ട് ദി ഇക്കണോമി. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അറിവ് ലഭിക്കുന്നു, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മാക്രോ എക്കണോമിക്സ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു വേരിയസ് ഇന്റർ റിലേറ്റഡ് ആസ്പെക്ട് ആൻഡ് ദി ഫങ്ഷനിങ് ഓഫ് ദി ഇക്കണോമി. സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ നൽകുന്നത് മാക്രോ എക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. വളരെ ചെറിയ രീതിയിലുള്ള 2-3 ലൈനുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അത്രേ ഉള്ളൂ കാര്യം. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് പഠിച്ചു. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്, ഫോർമുലേഷൻ ഓഫ് ഇക്കണോമിക് പോളിസി. മാക്രോ എക്കണോമിക്സ് ഹെൽപ്സ് ഇൻ ഫോർമുലേഷൻ ഓഫ് ഇക്കണോമിക് പോളിസീസ് ലൈക്ക് ബാങ്കിങ് പോളിസീസ് എക്സെട്ര. അതായത് സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിന് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സഹായിക്കുന്നു. ബാങ്കിംഗ് നയങ്ങൾ പോലുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായിക്കുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കൊടുക്കുക. തേർഡ് ഇമ്പോർട്ടൻസ്, ഇക്കണോമിക് പ്ലാനിങ്. സാമ്പത്തിക ആസൂത്രണത്തിന് സഹായിക്കുന്നു. എന്താണ് ഇക്കണോമിക് പ്ലാനിങ് എന്നെല്ലാം +1 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇന്ത്യൻ ഇക്കോണമിയിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എക്കണോമിക് പ്ലാനിങ്? എന്താണ് സാമ്പത്തിക ആസൂത്രണം? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സ്പ്ലനേഷനും കൊടുക്കുക. മാക്രോ ഇക്കണോമിക്സ് ഹെൽപ്സ് ഫോർ ഇക്കണോമിക് പ്ലാനിങ്. സാമ്പത്തിക ആസൂത്രണത്തിന് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സഹായിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഫോർത്ത് ഇമ്പോർട്ടൻസ് നോക്കിക്കോളൂ. എക്സാമിൻ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ്. സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റക്കുറച്ചിലുകളെ പറ്റി പരിശോധിക്കുന്നു, അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നു. അതായത് ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, പണപ്പെരുപ്പം, പണച്ചുരുക്കം പോലുള്ള ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസിനെ കുറിച്ച് പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്യുന്നത്, എക്സാമിൻ ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സിന്റെ സഹായത്തോടെയാണ്, അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സഹായത്തോടെയാണ്. എന്താണ് ഇൻഫ്ലേഷൻ? എന്താണ് ഡിഫ്ലേഷൻ? എന്താണ് പണപ്പെരുപ്പം? എന്താണ് പണച്ചുരുക്കം? എന്നെല്ലാം മാക്രോ എക്കണോമിക്സിൽ വരും ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് 5 മാർക്കിനുള്ള ചോദ്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ വീണ്ടും ആവർത്തിച്ച് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിൽ ഉറച്ച് നിൽക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇന്നെടുത്ത ഭാഗങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.